ഇവിടെ വളരെ കൃത്യമാണ്. വഖഫ് ബോർഡ് കഴിഞ്ഞ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്താണ്. ആ നോമിനേഷനിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച് 4 ഹർജികൾ ഹൈക്കോടതിയിൽ വന്നു. അതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ആ വിധിയിലുള്ള വിയോജിപ്പ് കൊണ്ട് നിലവിലുള്ള വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതി തിരിച്ചവരോട് ഹൈക്കോടതിയിലേക്ക് തന്നെ ചെല്ലാനും പറഞ്ഞു. ഇവിടെ ഗവൺമെൻറ് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആക്ഷൻ ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല. ഇത് നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ബോർഡിനെ സംബന്ധിച്ചുള്ള പോരായ്മകൾ, അനോമലീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേസുകൾ വന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്. അതിലുള്ളപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വഖഫ് ബോർഡിൽ വഖഫ് ഭേദഗതി നിയമപ്രകാരം 2 നോൺ മുസ്ലിംസിനെ നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് അത് നോമിനേറ്റ് ചെയ്തില്ല. അത് സംബന്ധിച്ചാണ് ഈ പറഞ്ഞ 4 ഹർജികളിൽ ഒരു ഹർജി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വഖഫ് ബോർഡ് പ്രോപ്പർ അല്ല എന്നതായിരുന്നു വാദം. അതിൽ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ, അതിൽ തമിഴ്നാട്ടിൽ ഇതേ സമാനമായ സംഭവം ഉണ്ടായി. തമിഴ്നാട്ടിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി.